എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന എല്ലാ ചാനലുകളിലും നല്ല വ്യൂവും നല്ല കമൻസും പിന്തുണയുമൊക്കെ കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ് ഔട്ടർ റിംഗ് റോഡ്. അതിൽ നിന്ന് തന്നെ ഈ റോഡിനെ പറ്റി വളരെയധികം ആകാംക്ഷയോടെ വളരെയധികം പ്രതീക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ റോഡിൻ്റെ അലൈൻമെൻറ്റ്, ഇതിൻ്റെ കരട് രൂപരേഖ ഇവയെക്കുറിച്ചൊക്കെ പല ഘട്ടങ്ങളിലായി വരുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കി നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു. നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൽ 1000 കോടി രൂപ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മറ്റു വാർത്തകളൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് വീഡിയോ ചെയ്യുന്നത്. ഇതിന് പറ്റിയ വിഷ്വലൊന്നും കാണിക്കാൻ കൈവശമില്ല. എന്നിരുന്നാലും ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവർക്കും തിരുവനന്തപുരത്തിൻ്റെ കാണാക്കാഴ്ചകൾ, വിശേഷങ്ങൾ, വികസനങ്ങൾ, മറ്റു വാർത്തകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാ തിരുവനന്തപുരത്തുകാരിലും എത്തിക്കുവാനായി എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് അന്തിമ രൂപരേഖയായി എന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. ഇതിനായി ദേശീയപാത അതോറിറ്റിയുടെ കത്ത് കളക്ടറേറ്റിലെ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ആദ്യം സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ 47 വില്ലേജുകളാണ് ഉണ്ടായിരുന്നത്. പുതിയ രൂപരേഖയിൽ 31 വില്ലേജുകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇതിനായി കിറ്റ്കോ തയ്യാറാക്കിയ അന്തിമ രേഖയിൽ 16 വില്ലേജുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പാത കടന്നു പോകുന്ന വില്ലേജുകൾ ഇവയാണ്: നാവായിക്കുളം, കുടവൂർ, കരവാരം, വെള്ളല്ലൂർ, നഗരൂർ, കൊടുവഴന്നൂർ, കിളിമാനൂർ, പുളിമാത്ത്, വാമനപുരം, പുല്ലമ്പാറ, മാണിക്കൽ, തേക്കട, വട്ടപ്പാറ, വെമ്പായം, കോലിയക്കോട്, നെടുമങ്ങാട്, കരകുളം, അരുവിക്കര, കീഴ്ത്തോന്നയ്ക്കൽ, അണ്ടൂർക്കോണം, മേൽത്തോന്നയ്ക്കൽ, വെയിലൂർ, വിളപ്പിൽ, കുളത്തുമ്മേൽ, മാറനല്ലൂർ, മലയൻകീഴ്, പള്ളിച്ചൽ, ബാലരാമപുരം, വെങ്ങാനൂർ, കോട്ടുകാൽ, വിഴിഞ്ഞം എന്നിവയാണ് ഈ റോഡ് കടന്നു പോകുന്ന വില്ലേജുകളായി ഇപ്പോൾ വാർത്തകളിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ രൂപരേഖ കൈമാറിയതോടെ പരിശോധനയിലേക്ക് കടക്കുകയാണ്. കിറ്റ്കോയും റവന്യൂ ഡിവിഷനിലെ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗവും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. 3 മാസം കൊണ്ട് പാതയ്ക്ക് വേണ്ട ഭൂമി പരിശോധിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷമാകും സ്ഥലമേറ്റെടുപ്പിനുള്ള വിജ്ഞാപനമായ 3A പുറപ്പെടുവിക്കുന്നത്. സ്ഥലമേറ്റെടുപ്പിനായി 5 യൂണിറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ 1 യൂണിറ്റാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ദേശീയപാത വിഭാഗം രൂപരേഖ കൈമാറിയതോടെ സ്ഥലമേറ്റെടുപ്പിന് കൂടുതൽ യൂണിറ്റുകൾ വേണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള റോഡിന് അനുമതി നൽകിയത്. വിശദ പദ്ധതിയും അലൈൻമെന്റും തയ്യാറാക്കിയ കിറ്റ്കോയ്ക്ക് ദേശീയപാത അതോറിറ്റി 2.25 കോടി രൂപ നൽകുമെന്നും വാർത്തകളിൽ പറയുന്നു. ഇതുവരെ കിറ്റ്കോ സ്വന്തമായി പണം ചെലവഴിച്ചാണ് ഈ അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ തുക ആര് നൽകും എന്നുള്ള അനിശ്ചിതത്വത്തിനൊടുവിൽ ദേശീയപാത അതോറിറ്റി പണം കൈമാറാമെന്ന് അറിയിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് പത്രവാർത്തകളിൽ വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാണാക്കാഴ്ചയും ഒക്കെയായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.